പ്രിയപ്പെട്ട കുട്ടികളെ, ഗ്രൂപ്പ് 2-ൽ പ്രാക്ടിക്കൽ എക്സാം ഗ്രൂപ്പ് 2-ൽ വരുന്ന പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തത് ഓർമ്മിക്കുമല്ലോ. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: An article on Linux operating system is given in exam documents folder in home with the file name Linux OTT. നേരത്തെ കണ്ട ചോദ്യം പോലെ തന്നെ ലിനക്സ് OTT എന്ന് പറയുന്ന ഫയലാണ്. ഓപ്പൺ ദിസ് ഫയൽ ഇൻ LibreOffice റൈറ്റർ ആൻഡ് ക്രിയേറ്റ് ന്യൂ ഹെഡിങ് സ്റ്റൈൽ. ഇവിടെ നമ്മൾ പുതിയ ഹെഡിങ് സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ പേര് ലിനക്സ് എന്നാണ് കൊടുക്കേണ്ടത്. കുറച്ച് ആട്രിബ്യൂട്ട്സ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ലിനക്സ് OTT ആണ് തുറക്കേണ്ടത്. അത് മാത്രം ഓർക്കുക. അപ്പോൾ പ്ലേസസിൽ ഹോം എടുക്കാം, അതിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് എടുക്കുക, അത് ലിനക്സ് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ഫയലുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. അതിൽ linux.ott ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അപ്പോൾ linux.ott. അപ്പോൾ നമ്മൾ തുറന്നു. ചോദ്യത്തിൽ പിന്നെ അടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കൂ. ഓപ്പൺ ദിസ് ഫയൽ ഇൻ LibreOffice റൈറ്റർ ചെയ്തു. ക്രിയേറ്റ് എ ന്യൂ ഹെഡിങ് സ്റ്റൈൽ ഈ ലിനക്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് എവിടെ ക്രിയേറ്റ് ചെയ്യണം എന്ന് അടുത്ത മൂന്നാമത്തെ സെൻറ്റൻസിൽ പറയുന്നുണ്ട്. ഹെഡിങ് 1-ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റൈൽ ബോക്സ് തുറക്കുന്നു. സ്റ്റൈൽ ബോക്സ് എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്റ്റൈൽ ബോക്സ് തുറന്നു വന്നു. ഇനി അഥവാ ഇത് തുറന്നു വന്നിട്ടില്ലെങ്കിൽ വലത് ഭാഗത്തുള്ള സ്റ്റൈൽ ബോക്സിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹെഡിങ് 1 ക്ലിക്ക് ചെയ്യുക. ഹെഡിങ്ങിനകത്ത് കയറിയിട്ട് ഹെഡിങ് 1 എടുക്കുക. ഹെഡിങ് സെക്ഷനിലാണ്. ഹെഡിങ് സെക്ഷൻ അഥവാ ക്ലോസ്ഡ് ആണെങ്കിൽ ഹെഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഹെഡിങ് 1 എടുക്കുക. ഹെഡിങ് 1-ൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പറയും. അപ്പോൾ പുതിയ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. സ്റ്റൈൽ സെറ്റ് ചെയ്യാനുള്ള പാരഗ്രാഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യാനുള്ള വിൻഡോ. അതിൽ നമ്മൾ ഓർഗനൈസർ, പുതിയ വിൻഡോ ആയതുകൊണ്ട് ഓർഗനൈസറിലാണ് കൊണ്ടത്. ഓർഗനൈസറിൽ അത് എന്ത് പേര് കൊടുക്കണം എന്നാണ് പറഞ്ഞാൽ ലിനക്സ് എന്ന് പറഞ്ഞ പേര് കൊടുക്കണം. അപ്പോൾ അൺടൈറ്റിൽ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ലിനക്സ് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. ലിനക്സ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇനി നമ്മളത് ആട്രിബ്യൂട്ട്സ് കൊടുക്കണം. ക്ലോസ് ചെയ്യരുത്. ഇതൂടെ കൊടുത്തിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യാവുള്ളൂ. ഫോണ്ടിൻ്റെ ഫാമിലി ഉബുണ്ടു ആയിരിക്കണം. സ്റ്റൈല് ബോണ്ട് ആയിരിക്കണം. ഫോണ്ട് സൈസ് 120 ആയിരിക്കണം. ഫോണ്ട് കളർ റെഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോണ്ട് എന്ന് പറയുന്ന ടാബ് എടുക്കുന്നു. ടാബിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ ഉബുണ്ടു നമുക്കറിയാം. അല്ല, UB ആയതുകൊണ്ട് ഈ കോംബോ ബോക്സിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. ഉബുണ്ടു എടുത്തു. സ്റ്റൈല് ബോൾഡാന്ന് പറഞ്ഞിട്ടുണ്ട്. സൈസ് അവർ പറഞ്ഞത് 120 ആണ് പറഞ്ഞിരിക്കുന്നത്. 130 ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന് പകരം നമ്മൾ 120 ആണ്. ഫോണ്ട് സൈസ് 120 ആണ്. ഇനി ഫോണ്ട് കളർ റെഡും കൂടെ സെറ്റ് ചെയ്യണം. ഫോണ്ട് കളർ റെഡ് സെറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഫോണ്ട് എഫക്ട്സിലാണെന്ന് നമുക്കറിയാം. ഫോണ്ട് എഫക്ട്സിൽ ഫസ്റ്റ് കോംബോ ബോക്സ് ഫോണ്ട് കളർ ടാബിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ് എടുത്തു. അപ്പോൾ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞു. 4 ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്ലൈ പറയുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു പുതിയ സ്റ്റൈൽ നമുക്ക് വന്നിട്ടുണ്ടാവും. ലിനക്സ് പെട്ടെന്ന് നോക്കിയാൽ നമ്മൾ കാണില്ല. പക്ഷേ നമുക്കറിയാം ഹെഡിങ് 1-ൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹെഡിങ് 1-ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന എക്സ്പാൻഷൻ ബട്ടണാണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലിനക്സ് എന്ന് പറഞ്ഞിട്ട് വന്നു. അത് നമുക്ക് ഇതിനകത്തുള്ള ടൈറ്റിൽസ് അപ്ലൈ ന്യൂ സ്റ്റൈൽ ഫോർ ഓൾ സബ് ആർ ഇൻ ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ ബ്ലൂ കളറിലുള്ളതാണ് സബ് ഹെഡിങ്സ്. അപ്പോൾ അതിന് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ലിനക്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈനിൽ നിന്നാൽ മതി. എവിടെയെങ്കിലും ഒരു ലൈനിൽ നിന്നാൽ മതി. ലിനക്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ ലൈനിൽ ഡെബിയൻ എന്ന് പറയുന്ന ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എല്ലാ തലക്കെട്ടുകൾക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് സേവ് ചെയ്താൽ മതി. സേവ് ദ മോഡിഫൈഡ് ഫയൽ ഇൻ എക്സാം 10. അപ്പോൾ നമ്മൾ ഇതിനെ സേവ് ചെയ്യുന്നു. ഫയലിൽ പോയിട്ട് സേവിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഞാൻ തൽക്കാലം 1111 കൊടുക്കുകയാണ്. _ നമ്മൾ നേരത്തെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു ചെയ്ത്. ഇത് നമ്മൾ 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ യൂസറിലുള്ള ഹോമിലുള്ള എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മൾ എക്സാം 10. അപ്പോൾ നമ്മൾ എക്സാം 10-ലാണ് എല്ലാ ഗ്രൂപ്പിലെയും ചോദ്യങ്ങൾ നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവസാനം 4 ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സാം 10-ൽ 4 പ്രോഡക്റ്റ്സ് അവിടെ ഉണ്ടാവും. അത് അവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് നോക്കണം. നമ്മുടെ ഇതിൻ്റെ വെരിഫിക്കേഷൻ ഇൻവിജിലേറ്റേഴ്സ് അവിടെയാണ് പോയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് നോക്കുക. അപ്പം നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ പുതിയ ഹെഡിങ് സ്റ്റൈൽ കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുന്ന വർക്ക് നമ്മൾ കഴിയും. ഓക്കെ, താങ്ക് യു.